അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡിയർ ഫ്രണ്ട്സ്, ഈ അടുത്ത കാലത്ത് എറണാകുളം മറൈൻ ഡ്രൈവ് നിങ്ങൾക്ക് അറിയായിരിക്കും. മറൈൻ ഡ്രൈവിനടുത്ത് ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് ശിവദാസൻ എന്നാണ്. അദ്ദേഹം ഒരു ദിവസം മരിച്ചു കിടക്കുന്നതായിട്ട് ആളുകൾ കണ്ടു. ശരിക്കും അദ്ദേഹം കൊല്ലപ്പെട്ടതായിരുന്നു. പക്ഷെ അദ്ദേഹം കൊല്ലപ്പെട്ടതിൻ്റെ കാരണം അറിയുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ഞെട്ടും. അതെന്താ നിങ്ങൾക്കറിയോ? നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പോസിറ്റീവ് മൈൻഡ് സെറ്റ് വളരെ അത്യാവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും? നമ്മുടെ നെഗറ്റീവ് മൈൻഡ് സെറ്റിനെ എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവൂലേ? അതിനുള്ള ചില ടിപ്സുകളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സ്വർഗാവകാശി ഒരാളെ കാണണമെങ്കിൽ നിങ്ങൾ അടുത്ത് വരുന്ന ആളിലേക്ക് നോക്കാം. എന്താ അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നത്? സ്വർഗാവകാശി ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ വരികയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ ടീച്ചർ അങ്ങനെ പറഞ്ഞാൽ നിങ്ങളൊക്കെ ഡോറിലേക്ക് നോക്കും അല്ലേ, ആരാണ് ഇദ്ദേഹം? അപ്പോൾ ഒരു സ്വഹാബി, അൻസാരി സ്വഹാബി കടന്നു വന്നു. നെക്സ്റ്റ് ഡേയും ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ കടന്നു വന്നത് ആ സെയിം സ്വഹാബിയാണ്. മൂന്നാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, സ്വർഗാവകാശി കാണേണ്ടവർ അടുത്ത് വരുന്ന ആളിലേക്ക് നോക്കുക. അന്ന് വന്നത് അതേ സ്വഹാബിയാണ്. 3 ദിവസവും ഈ അൻസാരി ആ സ്വഹാബിയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് ഈ ചോദ്യം ചോദിച്ചപ്പോൾ കടന്നു വന്നത്. അപ്പോൾ സ്വഹാബികൾക്ക് ഭയങ്കര ആകാംക്ഷയായി. നിങ്ങൾക്കുണ്ടാവുമല്ലോ വല്ലാത്തൊരു ക്യൂരിയോസിറ്റി. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ, ദുനിയാവിൽ വെച്ച് തന്നെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചത്? കാരണം നമ്മുടെയൊക്കെ ഡ്രീമാണല്ലോ സ്വർഗം. അപ്പോൾ അബ്ദുല്ലാഹ് ബിൻ അംറുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തീരുമാനിച്ചു, ഇത് അറിഞ്ഞിട്ട് എൻ്റെ കാര്യം, ഞങ്ങളൊക്കെ സ്വർഗത്തിനുണ്ട് എത്ര കഷ്ടപ്പെടുന്നുണ്ട്, എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹത്തിന് ഇപ്പൊ തന്നെ അറിയിക്കപ്പെട്ടത്? അദ്ദേഹം എന്താ ചെയ്തെന്നോ? 3 ദിവസം ഈ സ്വഹാബിയുടെ കൂടെ രാപ്പാർത്തു. 3 ദിവസം കൂടെ നടന്നു. എന്താണ് ഞങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഇദ്ദേഹത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന, വ്യതിരിക്തമാക്കുന്ന ഘടകം എന്താണ്? പക്ഷേ 3 ദിവസം കൂടെ നടന്നിട്ടും പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല. അവസാനം ചോദിച്ചു, അല്ലോ സഹോദരാ, എന്തുകൊണ്ടായിരിക്കും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചത്? എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഈ ഒരു സുവാർത്ത അറിയിക്കപ്പെട്ടത്? എന്താണ് അതിൻ്റെ കാരണം? അദ്ദേഹം ചോദിച്ചു, 3 ദിവസം കൂടെ നടന്നിട്ടും പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. ഇല്ല, അതിനെയാണ് അംറുല്ലാ സല്ലല്ലാഹു അൻഹുവിന്റെ സംശയം. കൂടെ നടന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മനസ്സിലെ എനിക്ക് ആരോടും വിദ്വേഷമില്ല, എനിക്ക് ആരോടും വെറുപ്പില്ല. എൻ്റെ സഹോദരന്മാർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഞാൻ ഒരിക്കലും അസൂയപ്പെടാറില്ല. അതുകൊണ്ടായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് സ്വർഗം കൊണ്ട് സുവാർത്ത അറിയിച്ചത്. അബ്ദുല്ലാഹ് സ്വല്ലല്ലാഹു അൻഹു അതിനെ സത്യപ്പെടുത്താണ്. ഈ ഒരു ഹദീസിൽ വന്ന ഈ സംഭവം അതിൽ നമുക്ക് കുറേ പാഠങ്ങളുണ്ട്. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കും, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമുക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടോ? നമുക്ക് ആരോടെങ്കിലും അസൂയുണ്ടോ? നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് പോസിറ്റീവ് മൈൻഡ് സെറ്റ് വേണമെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് ആളുകളോടുള്ള വെറുപ്പും വിദ്വേഷവും അസൂയൊക്കെ എടുത്തു മാറ്റണം. ഇതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിന് ബെനിഫിറ്റ് മറ്റുള്ളവർക്ക് മാത്രമാണോ? അല്ല, അതിനേക്കാൾ നമുക്ക് തന്നെയാണ് ബെനിഫിറ്റ്. നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനും നമുക്ക് സക്സസ്ഫുൾ ആകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അത്. നമ്മൾ പഠിച്ചല്ലോ. അതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ആളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആൾക്കുമല്ല കുഴപ്പമുണ്ട്? ഒരു കുഴപ്പമില്ല, ആളങ്ങനെ ജീവിക്കും. ആർക്കാ ടെൻഷൻ അടിക്കുക? നമുക്കല്ല ടെൻഷൻ അടിക്കുക. ആളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ ടെൻഷൻ അടിക്കും, നമുക്ക് ഇടങ്ങേറുണ്ടാവുക. പിന്നെ എന്തിനാ നമ്മളെ വെറുപ്പും വിദ്വേഷവും കാത്തു സൂക്ഷിക്കുന്നത്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ ഇതിന്റെ ഗൗരവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞെന്നോ? ഇന്നൽ ഹസദ യഅകുൽ ഹസനാത്ത്. നിങ്ങൾക്ക് ആരോടെങ്കിലും അസൂയ ഉണ്ടെങ്കിലേ അത് നിങ്ങളുടെ നന്മകൾ ഇങ്ങനെ കാർന്നു തിന്നും. എന്നൊരു എക്സാമ്പിൾ പറഞ്ഞു. എന്താണെന്നറിയോ? കമാ തഅകുലുൻ നാറൽ ഹതബ്. അതായത് നിങ്ങൾ തീ വിറകിനെ തിന്നും കണ്ടിട്ടുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ തീ കത്തിച്ചു കഴിഞ്ഞാൽ വിറകിലൊക്കെ ഇങ്ങനെ പടർന്നു പിടിക്കും. ഇതുപോലെ നിങ്ങളുടെ നന്മകളെ നിങ്ങളുടെ അസൂയ ഇല്ലാതാക്കുമെന്ന് പറയുന്നത്. അസൂയ ഉള്ളതുകൊണ്ട് നമുക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ നന്മകളെ പോലും ഇല്ലാതാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ ചെക്ക് ചെയ്യണം. വേണമെങ്കിൽ നോട്ട് എടുത്തിട്ട് എഴുതിക്കോ. നമുക്ക് ആരുടെങ്കിലും വെറുപ്പുണ്ടോ, വിദ്വേഷമുണ്ടോ, പകയുണ്ടോ, അസൂയുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ഡിസിഷൻ എടുക്കണം. അത് നമ്മുടെ മനസ്സിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഈ അടുത്ത് നടന്ന ഒരു എക്സാമ്പിള് അസൂയ ഉണ്ടാക്കുന്ന ദുരന്തത്തെ നമ്മൾ ബോധ്യപ്പെടുത്തും. ആ എക്സാമ്പിളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എറണാകുളം മറൈൻ ഡ്രൈവിൽ ഞാൻ എറണാകുളത്ത് ജോലി ചെയ്തിരുന്നു. അവിടെ ശിവദാസ് എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിത്വം ഉണ്ടായിരുന്നു. അദ്ദേഹം ജീവിക്കുന്നത് റോഡ് സൈഡിൽ. നമ്മൾ പലരെയും കാണും, റോഡ് സൈഡിലൊക്കെ ജീവിക്കുന്ന കിടന്നുറങ്ങുന്ന പാവങ്ങളായ കുറേ മനുഷ്യന്മാരെ കാണും. നമ്മളൊക്കെ വിചാരിക്കുക, നമ്മളൊക്കെ അവരെ കുറിച്ച് എന്താ വിചാരിക്കുന്നത്? അവരിലൊക്കെ മഹത്തുക്കളായ കുറേ മനുഷ്യന്മാരുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് ഈ പറഞ്ഞ വ്യക്തിത്വം. അദ്ദേഹത്തിന് നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാമിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഷ്ടമാവാൻ പല കാരണമുണ്ട്. ഒരിക്കൽ APJ അബ്ദുൽ കലാം കൊല്ലത്ത് വന്നപ്പോൾ ഈ ശിവദാസൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ കണ്ടപ്പോൾ അദ്ദേഹം തോളിൽ തട്ടി പേര് ചോദിച്ചിട്ടുണ്ട്. പിന്നീട് തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹത്തെ വീണ്ടും കണ്ടപ്പോൾ APJ അബ്ദുൽ കലാം തിരിച്ചറിയുകയും അദ്ദേഹത്തിന് 500 രൂപ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലുണ്ട്. അതുകൊണ്ട് ആ സ്നേഹം കൊണ്ട് അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്. എറണാകുളത്ത് മറൈൻ ഡ്രൈവിനടുത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു പ്രതിമ നിങ്ങൾക്ക് കാണാം. ആ പ്രതിമയിൽ ഈ ശിവദാസ് എന്ന് പറയുന്ന വ്യക്തിത്വം അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ ഇറങ്ങും. എന്നിട്ട് പൂക്കൾ ശേഖരിക്കും. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്യാന്നോ? ആ പ്രതിമയുടെ ഭാഗമൊക്കെ വൃത്തിയാക്കിയിട്ട് അവിടെ പൂക്കൾ വെക്കും. എല്ലാ ദിവസവും APJ അബ്ദുൽ കലാമിനുള്ള ആദരവ് ഇദ്ദേഹം ഇങ്ങനെ പ്രകടിപ്പിക്കും. ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായി. അപ്പോൾ ആ വ്യക്തിത്വം അദ്ദേഹത്തിന് മരിക്കുമ്പോൾ 63 വയസ്സുണ്ട്. അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആയി. പക്ഷെ ഒരു ദിവസം ആളുകൾ കണ്ടൊരു കാഴ്ച, അദ്ദേഹം മറൈൻ ഡ്രൈവിൽ മരിച്ചു കിടക്കാണ്. നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പാടുകളുണ്ട്. കൊല്ലപ്പെട്ടതാണെന്ന് മനസ്സിലായി. പോലീസ് അന്വേഷിച്ചപ്പോൾ അതിന്റെ കാരണം കണ്ടെത്തി. അത് നമ്മളെ പേടിപ്പിക്കും. എന്താ കാരണമെന്നോ? അദ്ദേഹത്തിന്റെ കൂടെ കിടക്കുന്ന, ആ സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന ഒരാളുണ്ടായിരുന്നു, രാജേഷ് എന്ന് പറയുന്ന 40 വയസ്സുകാരൻ ഒരാള്. അദ്ദേഹം ഈ സഹോദരനെ കൊന്നതാണ്. 61 വയസ്സുള്ള ഈ ശിവദാസൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ ആ കൂട്ടുകാരൻ കൊന്നു. എന്താ കാരണം എന്നറിയോ? അസൂയ. അതായത് എൻ്റെ കൂടെ നടക്കുന്ന ഈ വ്യക്തി ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫേമസ് ആയി മാറിയപ്പോൾ അദ്ദേഹത്തിന് സഹിച്ചില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഈ സഹോദരനെ കൊന്നുകളഞ്ഞു. ഞാൻ പറയുന്നത്, നമ്മുടെ മൈൻഡ് സെറ്റിൽ അങ്ങനെ എന്തെങ്കിലും അസൂയ വിദ്വേഷം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ തുടച്ച് നീക്കണം. അപ്പം നിങ്ങൾ ആലോചിക്കും, നമ്മൾ നന്നായിട്ട് കാര്യമില്ലല്ലോ, പിന്നെ എന്താ? ബാക്കിയുള്ളവർക്ക് അസൂയ നമ്മോടുണ്ടെങ്കിൽ, അല്ലേ? ബാക്കിയുള്ളവർക്ക് നമ്മോട് അസൂയ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാ? ഇദ്ദേഹത്തെ ചെയ്തതുപോലെ പലരും നമ്മളോട് മോശമായി പെരുമാറുകയും നമ്മൾ ആക്രമിക്കുകയും ഒക്കെ ചെയ്യൂലേ? അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു ടൂൾ കൂടി പറയാം ഞാൻ. എന്താ ടൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മളുടെ മനസ്സിൽ നിന്ന് അസൂയ എടുത്തു മാറ്റാൻ, വെറുപ്പ് വിദ്വേഷം എടുത്തു മാറ്റാനുള്ള ടൂളാണ്. നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പ്രാർത്ഥന, അല്ലേ? സൂറത്തുൽ ഹശ്ശിൽ അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, വിശ്വാസികളുടെ പ്രാർത്ഥന. റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ. പടച്ചോനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ വിശ്വാസികളായ സഹോദരന്മാർക്കും സഹോദരിമാർക്കും നീ പുറത്തു നൽകണമേ. വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗല്ലദീന ആമനൂ. പടച്ചോനെ, ഞങ്ങളുടെ മനസ്സിൽ ഒരാളോടും ഒരു ചെറിയ വിദ്വേഷം, വെറുപ്പ് ഒന്നും ഉണ്ടാക്കല്ലേ പടച്ചോനെ. ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിത്തരണേ. വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗല്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. പടച്ചോനെ, നീ കാരുണ്യവാനാണ്, ദയാപരനാണ്, നീ റഹീമാണെന്ന് അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു നോക്കും.
നമ്മുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആക്കാൻ, നമ്മുടെ മനസ്സിലുള്ള വെറുപ്പ് വിദ്വേഷവും എടുത്തു കളയാൻ അത് നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ പറ്റും, നല്ല സന്തോഷമുള്ള ജീവിതം നമുക്ക് നയിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ചോദിക്കും, ബാക്കിയുള്ളവർക്ക് നമ്മുടെ അസുഖം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? അതിനും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രാർത്ഥന സൂറത്തുൽ ഫലഖിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫലഖ് ഓതുക. അതിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, അള്ളാഹുവിനോട് ശരണം തേടുന്ന ഒരു കാര്യം, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഏതെങ്കിലും ഒരാൾക്ക് നമ്മുടെ അസൂയ ഉണ്ടെങ്കിൽ പടച്ചവനെ ആ അസൂയ ആലുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ. അതുകൊണ്ട് എപ്പോഴും ഈ സന്ദർഭങ്ങൾ ഓർക്കുക, നമ്മുടെ മനസ്സിനെ പോസിറ്റീവായി നിലനിർത്തുക. ആരോടും അസൂയയും പകയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വെറുപ്പുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മായ്ച്ചു കളയുക. അള്ളാഹുവിനോട് നിരന്തരമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് അസൂയ ഇല്ലാതാക്കാനും അസൂയാലേക്ക് രക്ഷപ്പെടാനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സന്തോഷം നിറഞ്ഞൊരു ജീവിതം പടച്ചവൻ നമുക്ക് തരും. നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ജീവിതം ആശംസിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.